ഈ ഒരു പരിപാടിക്ക് ഒരുപക്ഷെ മോദി എത്തുമെന്ന് പോലും ഉറപ്പില്ലായിരുന്നു. കാരണം അത്രയ്ക്ക് രാജ്യം ഒരു യുദ്ധമുഖത്ത് അല്ലെങ്കിൽ മറ്റൊരു രാജ്യവുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചിട്ട് അല്ലെങ്കിൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് ഈ പരിപാടിക്ക് വരുന്നത് കാര്യത്തിൽ പോലും വ്യക്തതയില്ലായിരുന്നു. അപ്പം കഴിഞ്ഞ ഒരു കുറച്ച് നാളുകളായിട്ട് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചും കേരളത്തിലെ പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ബോംബ് ഭീഷണിയുണ്ട്. ബോംബ് ഭീഷണി എന്ന് പറയുമ്പോൾ അത് പരിശോധിക്കുമ്പോൾ അതിന്റെ ഉറവിടം കണ്ടെത്താൻ പോലും സാധിക്കാത്ത ഒരവസ്ഥയുണ്ട്. അപ്പം ആ വ്യാജ ബോംബ് ഭീഷണി എന്ന് പറഞ്ഞിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഇതിന്റെ ഉറവിടം പരിശോധിച്ചപ്പോൾ അല്ലെങ്കിൽ വ്യക്തത കിട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അപ്പം അതൊക്കെ അതിന്റെ ഗൗരവത്തിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. കാരണം ഇപ്പം ഈ ഇത്രയും സെക്യൂരിറ്റി കൊടുത്ത ഒരിടത്ത് ഈ വളരെ കാലങ്ങളായിട്ട് നോക്കിയിരുന്ന് പഹൽഗാം ഭീകരാക്രമണം ഒക്കെ നടത്തിയപ്പോൾ ആ സെക്യൂരിറ്റി എത്ര വലിപ്പത്തിലാണെങ്കിലും അതിനകത്ത് അത്രയും കൂടുതൽ സൂക്ഷിക്കേണ്ടതായിരുന്നു. പ്രധാനപ്പെട്ട ലോക നേതാക്കന്മാരുടെ ലിസ്റ്റിനകത്ത് വരികയും അമേരിക്കൻ പ്രസിഡന്റിന്റെയും അല്ലെങ്കിൽ ചൈനീസ് പ്രധാനമന്ത്രിയുടെയും ഒക്കെ റഷ്യൻ അല്ലെങ്കിൽ ഭരണാധികാരികളുടെയും ഒക്കെ ആ വലിപ്പത്തിലുള്ള സെക്യൂരിറ്റിയാണ് ഇപ്പൊ ഇദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. ഒരു ദിവസം ഏതാണ്ട് സെക്യൂരിറ്റി ചെലവ് തന്നെ 2 കോടി രൂപയ്ക്ക് അടുത്ത് വരുന്നുണ്ട്.